ഉള്ളിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓളം ആക്കിയാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ ധാരാളം കിട്ടുന്ന ഒന്നാണ് മട്ടർ, അതായത് പച്ച ഗ്രീൻ പീസ്. ഞാൻ പല വീഡിയോകളിലും അത് കാണിച്ചിട്ടുണ്ട്, അത് പൊളിച്ചെടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ അമരപ്പയറിന്റെ കൂട്ടൊക്കെ ഇരിക്കുമേ. അപ്പൊ ഇത് അങ്ങനെ ആ ഗ്രീൻ പീസ് പൊളിച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാൻ പ്രത്യേകം പറയുന്നു, പച്ച ഗ്രീൻ പീസ് ആണ്, ഉണങ്ങിയ ഗ്രീൻ പീസ് അല്ല. അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു കറിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസ് അതായത് മട്ടർ കിട്ടുന്നവര് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിപ്പോ ഈ കപ്പിന് 2 കപ്പ് വട്ടണയാണ്, അതായത് ഗ്രീൻ പീസ് ആണ്. ഇവിടെ വട്ടണയെന്ന് മട്ടർന്നൊക്കെ പറഞ്ഞ് അതാണ് വായിൽ അങ്ങനെ വരുന്നത്. അപ്പൊ ഈ കപ്പിന് 2 കപ്പ് ഗ്രീൻ പീസ് ആണ്, പച്ച ഗ്രീൻ പീസ് ആണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം, അതായത് ഭയങ്കരമായിട്ട് അങ്ങ് പേസ്റ്റ് ആവരുത്. കുറച്ച് വട്ടണ അങ്ങനെ കിടക്കുകയും വേണം, കുറച്ച് നമുക്കൊന്ന് ചതകയുകയും വേണം, ആ പരുവം. പിന്നെ നമുക്ക് വേണ്ടത് 2 തക്കാളിയും 2 പച്ചമുളകും. തക്കാളി കഴിവതും നിങ്ങൾ എടുക്കുമ്പോൾ ഈ മധുരമുള്ള തക്കാളി എടുക്കരുത്, അല്പം പുളിയുള്ള തക്കാളി ആണെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടും. കാരണം ഓൾറെഡി ഈ പച്ച ഗ്രീൻ പീസ് അല്പം മധുരം ഉള്ളതാ. അപ്പൊ മധുരമുള്ള തക്കാളിയും കൂടെ ആകുമ്പോൾ കറി ഫുൾ മധുരം ആയി പോവും. അതുകൊണ്ട് ലേശം പുളിയുള്ള തക്കാളി വേണം, അത് 2 എണ്ണം. പിന്നെ 2 പച്ചമുളകും. ഇത് നമുക്ക് നന്നായിട്ട് ഈ പച്ചമുളകും തക്കാളിയും നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു കുക്കർ വെച്ച ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, നല്ല ജീരകം, തീ തീരെ കുറയ്ക്കാം. ഇനി അതിലേക്ക് ഒരു 2 നുള്ള് കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്ന് മൂപ്പിക്കാം. തീ തീരെ കുറച്ചാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് വേണമെങ്കിൽ ചതച്ചു എടുക്കാമേ, പേസ്റ്റ് ആക്കി എടുക്കാം. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, അതായത് ഒരു അരിഞ്ഞ ശേഷം 1/2 ടീസ്പൂൺ കൊത്തി അരിഞ്ഞത്. അപ്പൊ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ആക്കാമേ. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് കീറിയിടാം. നമ്മൾ 2 എണ്ണം തക്കാളിക്കകത്ത് അരയ്ക്കാനും എടുത്തിട്ടുണ്ട്. അപ്പൊ തീ ഏറ്റവും കുറച്ചാണ് ഇട്ടേക്കുന്നേ. ഇനി നമുക്ക് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകുമായിട്ടുള്ള പേസ്റ്റ്. അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി എണ്ണ തെളിയണേ. ഇനി തീ അല്പം കൂട്ടി വെക്കാം. അപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, തേങ്ങയില്ലാത്ത കറികളൊക്കെ ഇടണേന്ന്. അപ്പൊ ഇതിന് നമുക്ക് തേങ്ങയും വേണ്ട, നല്ല ടേസ്റ്റിയാ കേട്ടോ. ചോറിന്, ചപ്പാത്തിക്ക്, ദോശ, അപ്പം, ഇഡലി, ഇതിനെല്ലാം നമുക്കിത് യൂസ് ചെയ്യാം. കൂടുതലും നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു റെസിപ്പിയാണ് ഇത്. ഇപ്പൊ ഇതാ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിയാൻ തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, ഈ ചതച്ചിരിക്കുന്ന പരുവം കണ്ടോ, അതില് ഫുള്ളായിട്ടുള്ള ഗ്രീൻ പീസും ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒറ്റ വിസില്, അത് മതിയെ. അത് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്തിടാം. നന്നായിട്ട് ആവി പോയ ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്യാവൂ. തീ ഞാൻ മീഡിയത്തിലായിട്ടേക്കുന്നത്, മീഡിയത്തിലും ലേശം കൂടെ കൂട്ടി. ഇത് ഒരു വിസിൽ വന്നു, അപ്പൊ തന്നെ ഓഫ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് സ്റ്റീം പോയേ നമ്മുടെ കറി നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഗ്രീൻ പീസ് എന്ന് പറയുന്ന പച്ച ഗ്രീൻ പീസ് പെട്ടെന്ന് വേവുന്നതല്ലേ, ഇതേ കണ്ടോ, ഒറ്റ വിസിലിന്റെ ആവശ്യമേ ഉള്ളൂ. ഇത് മതി. ഞാൻ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം, നിങ്ങൾക്ക് ഈ കുക്കറിൽ നന്നായിട്ട് കാണാൻ പറ്റില്ല. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി, ഇതേ കണ്ടോ, നല്ല കൊഴുപ്പുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ ഗ്രേവി വെള്ളം കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ. ഇതിപ്പം പരുവമാ, കുഴപ്പമില്ല. ഞാൻ എരി നോക്കി, നല്ല കറക്റ്റ് എരിയാണ്. ഇനി നമുക്കിതൊന്ന് കടുതാളിക്കാം. കടുതാളിക്കാനായിട്ട് നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യും എടുക്കാമേ. നോർത്ത് ഇന്ത്യൻസ് താളിക്കാൻ കടു ഇങ്ങനെ ഇട്ട് കടു താളിക്കാറില്ല, അവര് ജീരകമാണ് യൂസ് ചെയ്യുന്നത്, നല്ല ജീരകം, ചെറിയ ജീരകം. അപ്പൊ ഞാൻ ഇതിനെ നമ്മുടേതായിട്ടുള്ള ഒരു കേരള രീതിയിലൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. കടുക് അവോയ്ഡ് ചെയ്തിട്ട് ജീരകം ഇട്ടും താളിക്കാം. ലേശം ഉള്ളി, കളറിന് വേണ്ടി ലേശം മുളക് പൊടി,
നമ്മൾ 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ടായിരുന്നു, 1/4 ടീസ്പൂൺ കൂടി. 1/4 ടീസ്പൂൺ ഇല്ല, അതിലും കുറവാണേ. മണത്തിന് വേണ്ടി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ച ഗ്രീൻ പീസിന്റെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ലാസ്റ്റിൽ മല്ലിയില വേണമെങ്കിൽ മല്ലിയില യൂസ് ചെയ്യാം. പൊതുവെ നോർത്ത് ഇന്ത്യൻസ് കറിവേപ്പില യൂസ് ചെയ്യാറില്ല, മല്ലിയിലയാണ് ഈ കറിക്ക് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റിൽ ഞാൻ ലേശം ബട്ടർ ചേർത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് ഒഴിക്കാം, അത് നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.